17 വയസ്സ് വരെ എനിക്ക് എന്റെ കർത്താവിനെ അറിയത്തില്ലായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്. അവിടെ എന്റെ പേരൻസ് പപ്പ അവിടെ വിദേശിക്കാനില്ലായിരുന്നു. അവിടെ മമ്മി അവിടെ LKG ടീച്ചിങ് ഒക്കെ ആയിരുന്നു. രണ്ട് ചേട്ടന്മാരെ അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ആയിരുന്നു. 12th വരെ ഞാൻ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ MBBS റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഞാൻ കേരളത്തിൽ വന്നു. അങ്ങനെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ എത്താനായിട്ട് ദൈവം ഇടയാക്കി. അതും ശരിക്കും പറഞ്ഞാല് എൻട്രൻസിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ട്രിവാൻഡ്രത്ത് കിട്ടണം, അതുപോലെ പഠിക്കണം, രാമകലിൽ തന്നെ കഷ്ടപ്പെട്ടെങ്കിലും ദൈവത്തിന്റെ ഹിതം അതല്ലായിരുന്നു. അങ്ങനെ പുഷ്പഗിരിയിൽ എത്താനിടയായി. മീൻസ് അവരുടെ റാങ്ക് ഒക്കെ വരുമ്പം അതനുസരിച്ച് അതിൽ നമുക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്. പുഷ്പഗിരിയില് എത്തി. അവിടെ പല കോളേജിലെ നമ്മള് അതേപോലെ എന്റെ ഫാമിലിയിൽ ആരും ഡോക്ടേഴ്സ് ആയിട്ട് അറിവില്ല. അപ്പം എനിക്ക് പുതിയൊരു എൻവയോൺമെന്റ്, വീട്ടിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ആ ഒരു പിന്നെ കൂട്ടുകാരുടെ അങ്ങനെ പല അങ്ങനത്തെ പല പല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ടായി. പഠിത്തത്തിനായാലും എല്ലാം അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു എന്താ പറയുന്ന ആരും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ലാംഗ്വേജ് ഒരു ബൈബിള് ഞാൻ എടുത്ത് വായിക്കാനിടയായി. അപ്പൊ അതിനകത്ത് കർത്താവ് കർത്താവ് നമുക്ക് എന്താ പറയുന്ന ഒരു ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതൊക്കെ എനിക്ക് വായിക്കുമ്പോ എനിക്ക് ഇത്തിരി സന്തോഷമായിരുന്നു. അപ്പം ആ ഒരു MBBS പഠനകാലത്തെ പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു വചനങ്ങളൊക്കെ പുള്ളിക്കാരി, ഞാനൊരു ബാക്ക്ഗ്രൗണ്ട്, പുള്ളിക്കാരി റൂമിൽ 10 റൂം അടച്ചു വെച്ച് പുള്ളിക്കാരി കാണരുത് അതിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത് വായിക്കുന്നു. പക്ഷെ പിന്നെ ഒരിക്കലും ദൈവത്തിന് എന്റെ ജീവിതത്തിൽ, അതായത് അപ്പോഴും ഞാൻ അമ്പലത്തിലും പോവും, ബൈബിളും വായിക്കും, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു എന്റെ. പക്ഷെ ശരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷം കർത്താവിന് മാത്രമേ തരാനായിട്ട് കഴിയത്തുള്ളൂ എന്ന ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം എത്തിച്ചു. അങ്ങനെ അതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് ബൈബിള് മാത്രം മതി എന്നുള്ള അതിലേക്ക് ദൈവം എന്നെ എത്തിച്ചു. ആക്ച്വലി അവിടെ കുറെ എന്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഒരു മെഡിക്കൽ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, CMF എന്നൊക്കെ പറഞ്ഞപ്പോ അവര് എനിക്ക് പാട്ട് അന്നേ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നല്ലോ പുഷ്പഗിരി. അപ്പൊ അവിടെ പാട്ടൊക്കെ ഈവനിങ് പ്രെയർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ആശ്വാസത്തിൽ ഉറവിടമായ ക്രിസ്തു അങ്ങനെ ഒത്തിരി ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഒക്കെ അവരുടെ ഒക്കെയുള്ള കയ്യിലുള്ള പാട്ടുകളും ഒക്കെ കേൾക്കാനും പാട്ട് പാടാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പൊ ആ പാട്ടൊക്കെ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി ഇങ്ങനെ സാധാരണ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് കൊച്ചുനാൾ മുതലേ നമ്മൾ ദൈവത്തോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് ബൈബിളിലൂടെ ആണെങ്കിലും പാട്ടുകളിലൂടെ ആണെങ്കിലും ദൈവം ഇങ്ങോട്ട് സംസാരിക്കുന്നു. അപ്പം എനിക്കത് ഭയങ്കര ഒരു അതായത് എന്റെ ലൈഫിലൊരു ഇങ്ങനെ ഒരു ലിവിങ് ഗോഡ്. മറ്റേതാണെങ്കിൽ ഇങ്ങനെ എവിടെയോ ഇങ്ങനെ നമ്മൾ പൊക്കിയെടുത്തോണ്ട് നടക്കണമല്ലോ ഇങ്ങനെ. പക്ഷെ ഇതാണെങ്കിൽ നമ്മളെ പൊക്കിയെടുത്തോണ്ട് നടക്കുന്ന ദൈവം അങ്ങനത്തെ ഒരു പിതാവായിട്ട് അതൊരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു എന്റെ ലൈഫിലൊക്കെ ആവും. അത് കർത്താവിനെ അതിനു ശേഷം എന്ത് സാഹചര്യം വന്നാലും അത് നേരിടാനും അങ്ങനെ ഒരു എന്തിന്റെ മുമ്പിൽ 16 നിൽക്കാനും ഒക്കെയുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടി. അങ്ങനെ എന്റെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു മാഡം എന്നോട് മീറ്റിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പൊ പുള്ളിക്കാരി ചർച്ചില് പോകാനായിട്ടൊക്കെ എന്നെ എൻകറേജ് ചെയ്തു. അങ്ങനെ ചർച്ചിൽ പോകാനും കൂടുതൽ കർത്താവിലേക്ക് അടുക്കുവാനും ബാപ്റ്റിസം എടുക്കുവാനും ഒക്കെ തിരുവല്ലയിലും. അപ്പൊ ശരിക്കും ദൈവം ഞാൻ അവരൊക്കെ അവര് റാങ്ക് എന്റെ അത്ര പുറകോട്ട് വന്നതുകൊണ്ടാണ് പുഷ്പഗിരി കിട്ടിയത്. നമ്മുടെ ജീവിതത്തിലെ ദൈവം ഓരോ സ്വർഗത്തിലൂടെയും കടത്തി വിടുന്നതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തുകയും എസ്പെഷ്യലി തിരുവല്ല ഞാനിപ്പോ കരുനാഗപ്പള്ളി താമസിക്കുമ്പോ ഇത്രയും ബൈബിള് അങ്ങനെ ബുക്ക് സ്റ്റോളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. തിരുവല്ല എന്ന് വെച്ചാൽ എവിടോട്ട് തിരിഞ്ഞാലും അതുപോലെ ബൈബിൾ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ ദൈവം എന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തും അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള കൂട്ടായ്മയും ഫ്രണ്ട്സും അതുപോലെ ദൈവം എല്ലാം ചെയ്തു. എനിക്ക് അത്രയും പറയാനുള്ളൂ. ദൈവം മുന്നമേ കണ്ടു, ദൈവം അവിടെ എത്തിച്ചു, ദൈവം കാര്യങ്ങൾ ചെയ്തു. അതുപോലെ എന്റെ വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി. അപ്പൊ ആദ്യമൊക്കെ അവർക്ക്
സന്തോഷമായിരുന്നു ഇങ്ങനെ എന്നെ ഹാപ്പി ആയിട്ട് കാണുമ്പോൾ പഠിത്തത്തിലൊക്കെ നല്ലതായിട്ട് പോകുന്നു. അപ്പൊ അവര് പിന്നെ ഞാൻ കർത്താവിനെ കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു ഞാനൊരു ഈഴവ ബാക്ക്ഗ്രൗണ്ട് നടന്നത്. അപ്പൊ അവര് എല്ലാം ദൈവം അങ്ങനത്തെ രീതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ സ്പെഷ്യൽ. അപ്പം അങ്ങനത്തെ അവർക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ പിന്നീട് ഈ മാരേജിന്റെ കാര്യമൊക്കെ വന്നപ്പം ഇങ്ങനത്തെ ബിലീവറായിട്ടുള്ള ആളെ കല്യാണം കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് സീരിയസ് ആണെന്ന് മനസ്സിലായി. അതോടുകൂടി അവര് ഇനിയിപ്പോ അവിടെ പുഷ്പഗിരി പോകാൻ പറ്റത്തില്ല, ഇന്റേൺഷിപ്പ് അവിടെ ചെയ്യണ്ട, വേറെ എവിടെയെങ്കിലും പോവാം പറഞ്ഞ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് സത്യം പറഞ്ഞ മാരേജിന്റെ പ്രപ്പോസൽ എനിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അങ്ങനെ എന്താ പറയുക, ആരും ഇങ്ങനെ സജസ്റ്റ് പറഞ്ഞു തരാനോ കാര്യങ്ങളോ ആരും ഇല്ല. അതുകൊണ്ട് നീ തന്നെ എന്റെ പിതാവായിരിക്കും, നീ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആളെ കൊണ്ടുവന്ന് തരണം. ആരാണോ ആദ്യം പറഞ്ഞത് അത് തന്നെ കറക്റ്റ് ആയിട്ട് എനിക്ക്, അല്ലാതെ എനിക്ക് ഒത്തിരി ചിന്തിക്കാനും സെലക്ട് ചെയ്യാനും അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം മറ്റേ ഗൈനക്കോളജിസ്റ്റ് മാഡം തന്നെയാണ് സത്യങ്ങളുടെ പ്രപ്പോസല് കൊണ്ടുവരികയും എന്റെ പേരൻസ് ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ ജാതകമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇവര് അതായത് ഇത് മൂന്നാല് ദോഷമൊക്കെ ഉണ്ട്, ഇവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചാൽ 1 വർഷത്തിനുള്ളിൽ ഒരാൾ മരിച്ചു പോകും. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് 1 വർഷത്തിനുള്ളിൽ ഞങ്ങള് രണ്ടുപേരായിരുന്നത് 4 പേരായിരുന്നു. രണ്ടൊക്കെ ഒരു കുഞ്ഞിനും 1 വർഷം തികയുന്നതിന് പ്രീടം നേരത്തെ തന്നെ വന്നു. ഒക്ടോബർ 8-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ഒക്ടോബർ 4-ാം തീയതി തന്നെ അവര് അങ്ങനെ ഞങ്ങള് രണ്ടുപേരും 4ആയിട്ട്. അതാണ് ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായിട്ട് കാര്യങ്ങളും ഒത്തിരി വീട്ടുതടങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അതിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും അതെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് തന്നെ അനുഭവിച്ചു. ഇപ്പം എന്റെ പേരൻസ് ഒക്കെ അവര് അവര് എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ദൈവം ഞങ്ങളെ ഓരോ കാര്യത്തിലും നടത്തുന്നതും ഉയർത്തുന്നതും ദൈവം ഞങ്ങളെ വെച്ചേക്കുന്നതും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവര് ശരിക്കും അവരും ഈ കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവര് വിചാരിച്ചിരുന്ന കർത്താവല്ല യഥാർത്ഥത്തിൽ ഇവര് പറയുന്ന ദൈവം ഇങ്ങനെ ഒരു ദൈവം ഉണ്ട്, ഇതാണ് യഥാർത്ഥ ദൈവം എന്ന് അവരും അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഒരു ഹൗസ് എഡ്യൂക്കേഷൻ ഒക്കെ അവര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം അനുഭവപ്പെട്ട് ഇങ്ങനെ പോയി. ഞങ്ങൾക്കും ഇവിടെ ഒരു മുറി വേണമെന്നൊക്കെ പറഞ്ഞു പപ്പ സത്യപ്പെട്ടു. ഞങ്ങളുടെ മുറി ഏതാണ്ട് കാണിച്ചു. അതിനു മുമ്പൊക്കെ കല്യാണത്തിന് ഭയങ്കര ദേഷ്യത്തോടെ ഇരുന്നാട്ടെ. അപ്പൊ അവര് സമാധാനത്തിനായിട്ട് പലരും പലയിടത്തുനിന്നൊക്കെ ആയിട്ട് സത്യപ്പെട്ട സൃഷ്ടി ഒരു സെക്രട്ടറി ഫീൽഡോടൊക്കെ ദൈവം പിടിച്ച് എന്റെ സ്തുതിക്കുന്നു. പാട്ടിങ്ങനെ പാടി മാർബോട് ചേരട്ടെ ഞാൻ യേശുനാഥാ എന്നേരം നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാർബോട് ചേരട്ടെ ഞാൻ യേശുനാഥാ ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർബോടു ചേരട്ടെ ഞാൻ യേശുനാഥാ ഇന്നേരം
നീയാണെന്നെല്ലാം എല്ലാം എന്നും എന്നും എൻ പിതാവ് പോലെ ആയി തീരാൻ അങ്ങേ മാത്രം സ്നേഹിച്ചി